നവീൻ ബാബുവിന്റെ മരണത്തിൽ തെറ്റുകാരിയല്ലെന്ന് ആവർത്തിച്ച് പി ദിവ്യ. ഈസ്റ്റർ ആശംസകൾ പങ്കുവച്ച വീഡിയോയിലാണ് ദിവ്യയുടെ പ്രതികരണം. നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉയർത്തിയതിനാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന് പി ദിവ്യ പറഞ്ഞു. നിലപാടുകൾക്ക് മുൾക്കിരീടം അണിഞ്ഞ് കുരിശുമരണം വിധിച്ചാലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിന്റെ ദിനം വരിക തന്നെ ചെയ്യുമെന്നും പി ദിവ്യ പറഞ്ഞു. ഈസ്റ്റർ ആശംസകൾ. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ്. നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിനെ കുരിശുമരണം വിധിക്കപ്പെട്ടത്. വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. നെറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. നിഖിൽ അളവൂർ ചേർന്നു വിവരങ്ങളുമായി. ഇപ്പോൾ നിഖിൽ തന്റെ ജീവിതവുമായി ചേർത്തുവെച്ച് ഒരു ഈസ്റ്റർ ദിന സന്ദേശം നൽകിയിരിക്കുകയാണ് പി ദിവ്യ. അവർ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ലക്ഷ്മി വർമ്മ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈസ്റ്റർ സന്ദേശമാണ് അല്ലെങ്കിൽ ഈസ്റ്റർ ആശംസയാണ് നൽകുന്നത്. പക്ഷേ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് തന്റെ നിലപാട് എന്ന് യേശുവിന്റെ കുരിശേറ്റവും ഒപ്പം തന്നെ അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും അതിനോട് ഉപമിച്ച് തന്നെ പറയുകയാണ്. ആ വാക്കുകളിൽ നിന്ന് അതെല്ലാം വ്യക്തവുമാണ്. സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പി ദിവ്യ ഈ വീഡിയോയിലൂടെ പ്രധാനമായും പറയുന്നത്. എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഏത് പാതാളത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ആ വീഡിയോയിൽ പി ദിവ്യ പറയുന്നുണ്ട്. മറ്റൊന്ന്, നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉയർത്തിയതിനാണ് യേശുവിനെ ക്രൂശിച്ചത് എന്ന് ആ കഥകൾ ഉദ്ധരിച്ച് അല്ലെങ്കിൽ ആ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ച് പി ദിവ്യ പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്ക് അതിനെ എന്തിനോട് ചേർത്ത് വായിക്കാം എന്നുള്ളത് വ്യക്തവുമാണ്. നിലപാടുകൾക്ക് മുൾക്കിരീടം അണിഞ്ഞ് കുരിശുമരണം വിധിച്ചാലും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് പി ദിവ്യ ആ വീഡിയോയിലുടനീളം പങ്കുവയ്ക്കുന്നത്. അതിനൊപ്പം പറയുന്നത് വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിന്റെ ദിനം അത് എന്തായാലും വരും. എത്ര ശ്രമിച്ചാലും സത്യത്തെ മൂടിവെക്കാനാവില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു പരോക്ഷ വിമർശനം കൂടി പി ദിവ്യയുടെ ആ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാനാവും. യേശുവിനെ ക്രൂശിച്ചതും കല്ലെറിഞ്ഞതും കൂടെ അത്താഴം കഴിച്ചവരും കൂടെ നടന്നവരുമാണ് എന്നുകൂടി പി ദിവ്യ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ സുപ്രീം കോടതി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയ പശ്ചാത്തലമുണ്ട്. പി ദിവ്യക്കെതിരായ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം തന്നെ താൻ അത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, തനിക്ക് മുന്നിൽ കണ്ട ഒരു അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തത് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് പി ദിവ്യ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് പോലെ കൺമുന്നിൽ കണ്ട അനീതിക്കെതിരെ ചാട്ടവാറെടുത്ത് വീശിയ ആളാണ് യേശു. അത്തരത്തിൽ തന്റെ പ്രവൃത്തി ആ നിലയ്ക്കുള്ളതാണ് എന്ന ഒരു സൂചന അല്ലെങ്കിൽ അതിനോട് ഉപമിക്കാവുന്ന തരത്തിൽ തന്നെയാണ് പി ദിവ്യ ഇക്കാര്യങ്ങൾ ഈ ഈസ്റ്റർ ആശംസ വീഡിയോയിൽ പറയുന്നത്. നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.